ഈ സിനിമാ കോൺക്ലേവ് തീർച്ചയായിട്ടും ഒരു പുതിയ കോൺസെപ്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ചുമതല കൂടിയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തത്സമയം മോർണിംഗ് ഷോയിൽ വരികയാണ്. മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് നിങ്ങൾ നടത്തിയത്. ഈ കോൺക്ലേവിൽ 2 ദിവസങ്ങളായി നടന്ന കോൺക്ലേവിൽ പ്രധാനമായി ഉയർന്നു വന്ന ആവശ്യം ചുരുക്കി അങ്ങ് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനൊരു കോൺക്ലേവ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. വളരെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയാണ്. സിനിമ എന്നതൊരു വാസ്റ്റ് ഏരിയയാണ്. കാരണം ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ട ഏരിയയാണ്. ആ എല്ലാ മേഖലകളെയും കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായും ഞങ്ങൾ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെട്ട ചില പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അതിൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കാരണം വലിയ തരത്തിലുള്ള പ്രതിഫലം പറ്റുന്നവരും തീരെ പ്രതിഫലം ഇല്ലാത്തവരുമായ വലിയ ഒരു സംഖ്യ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ തൊഴിൽ മേഖലയിൽ അവരുടെ ശമ്പളം, അവരുടെ സംരക്ഷണം, അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കൽ അടക്കം അതിൽ പണിയെടുക്കുന്നവരുടെ പൂർണ്ണമായും ഒരു തൊഴിലാളിയായി അല്ലെങ്കിൽ ഒരു മനുഷ്യന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ എങ്ങനെയാണ് നമ്മൾ ആ മേഖലയെ തൊഴിൽ മേഖലയായിട്ട് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, ഈ വിഷയമായിരുന്നു പ്രധാനമായും ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയം. അത്തരത്തിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നല്ല അഭിപ്രായ പ്രകടനങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഈ കോൺക്ലേവിൽ ഉണ്ടായത്. രണ്ടാമതായി ഒരു സുരക്ഷിതത്വ ബോധം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഷൂട്ടിംഗ് നടക്കുന്ന മേഖലകൾ ഉണ്ടാകണം. 2-3 മാസം ഒരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ സുരക്ഷിതത്വത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കണം. അടിയന്തരമായ ആവശ്യങ്ങൾ വന്നാൽ അതിനുള്ള സംവിധാനം ഒരുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള സംരക്ഷണം 100% പരിപാലിച്ചേ പറ്റൂ. അതിന് ഇന്റേണലായിട്ടുള്ള ഒരു കമ്മിറ്റി സംവിധാനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തി. അതിനി നിയമപരമായി നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറം എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന പരിശോധന നടത്തി. പരസ്പരം ഈ കാര്യത്തിൽ ഈ മേഖലയിലുള്ളവരെല്ലാം തമ്മിൽ ആശയവിനിമയം നടത്തി. സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം നമ്മൾ അവിടെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ലിംഗസമത്വം എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം സൃഷ്ടിക്കണം. അപ്പോൾ അങ്ങനൊരു അവസരം സൃഷ്ടിക്കണമെങ്കിൽ പരസ്പര ബഹുമാനത്തോടു കൂടി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ലിംഗസമത്വം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും ഇതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നതാണ് ആ കാര്യത്തിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, ലോകത്തെ സിനിമകൾ, ഇന്ത്യയിലെ സിനിമകൾ കേരളത്തിലേക്ക് വരണം. കേരളം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രത്യേകതയുള്ളൊരു സ്റ്റേറ്റാണ്. ഏറ്റവും നല്ല ലൊക്കേഷനുകൾ കിട്ടുന്ന ഒരു സ്റ്റേറ്റാണ്. ഇത്തരം ലൊക്കേഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ലൊക്കേഷനുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുകയും ആ ലൊക്കേഷനുകളെ ടൂറിസം ഡെസ്റ്റിനേഷൻസായി ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അവിടെ പബ്ലിക്കും പ്രൈവറ്റും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അത് ടൂറിസം ഡെസ്റ്റിനേഷനായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ കൂടുതൽ ശാക്തീകരിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഒരു ഇടമായി സിനിമയെ കാണണം എന്ന ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. വളരെ സ്വീകാര്യമായ ഒരു നിർദ്ദേശമായി നല്ല തരത്തിലാണ് അതിനോട് അവരെല്ലാം പ്രതികരിച്ചത്.